ഇന്ന് ഓഗസ്റ്റ് 9th. ഞങ്ങൾ സമ്മർ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരു 1 day സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് അബു ഖാലിദ് ഫാം, റാസൽ ഖൈമ. ഇങ്ങനെ എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു ഫുൾ ഫാം സെറ്റാണ്. നമ്മൾ വണ്ടിക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മൾ 3 ഫാമിലിയാണ് വന്നത്. അവിടെ ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് ചെടികളൊക്കെ നല്ല രസമായിട്ട് ചെടികൾ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പ്ലേയിങ് ഏരിയയിൽ പോകാം. ഇതാണ് ഫാം സ്റ്റേയുടെ എൻട്രൻസിൽ തന്നെ ഒരു കുഞ്ഞ് ഔട്ട്ഡോർ മജ്ലിസ് മാതിരി നമുക്ക് ഇങ്ങനെ ഇരുന്ന് സ്ഥലം പറയാനൊക്കെ. ഇപ്പോൾ ഇത്തിരി സമ്മർ സീസൺ ആയതുകൊണ്ട് അവിടെ ഇരിക്കുന്ന അത്ര അഡ്വൈസബിൾ അല്ല. പക്ഷേ ഇവിടുത്തെ ടെമ്പറേച്ചർ 35 സംതിങ് വന്നുള്ളൂ. കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഔട്ട്ഡോർ ഷെയ്ഡഡ് പൂള്. എല്ലാവരും ചാടി കിടക്കുക. അതിനകത്ത് ഫുള്ള് വെള്ളത്തിലാണ്. ഫുള്ള് എല്ലാവരും ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിയുമ്പോൾ പൂളിൻ്റെ അറ്റത്ത് നമുക്ക് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേയിങ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. കിഡ്സിന് കളിക്കാം. ടേബിൾ സോക്കർ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, പിന്നെ സ്ലൈഡിങ് കുറേ സ്ലൈഡ്സ് ഉണ്ട്. ഇവിടെ ഒരു വോളിബോൾ കളിക്കാം. പിന്നെ ഫുട്ബോളിൻ്റെ നല്ലൊരു ടർഫ്, കുഞ്ഞ ടർഫ്, ഒരു സെവൻസ് മേ ബി. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ റൂമുകളാണ് കാണിക്കാൻ പോണേ സത്യമായിട്ടും. അങ്ങനെ എൻട്രിങ് ടു ദ റൂം. വാവ്. ഇവിടെ ഇങ്ങനെ ഒരു കോട്ടയാട് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവം. ഒരു റൈറ്റ് സൈഡിലൊരു മജ്ലിസ് ഉണ്ട്, ഇൻഡോറായിട്ട് നല്ല സെറ്റപ്പ് മജ്ലിസാണ്. ഇഷ്ടമായിട്ട് മജ്ലിസ്. വാവ്. പുറത്ത് ചൂടണമെങ്കിൽ അകത്ത് നല്ല തണുപ്പാണ്. ഇവിടെ ഒരു 5-6 ഫാമിലിക്ക് ഈസി ആയിട്ട് ഇരുന്ന് ചർച്ചകൾ ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങളിന്ന് ഇവിടെ വൈകുന്നേരം ഇവിടെ കൂടാതെ കഴിച്ചാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ നമുക്ക് ബെഡ്റൂമുകൾ 5 ബെഡ്റൂമാണ് ഉള്ളത്. 1, 2, 3 and 4 and 5. ലാസ്റ്റ് ബെഡ്റൂമിലാണ് എൻ്റെ ഫാമിലി ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ബെഡ്റൂം നമുക്ക് തുറന്ന് എല്ലാം ടിപ്പിക്കലാണ്. ഇതിനകത്ത് ഐസാക്കി വെച്ചേക്കാം ഞങ്ങൾ വരുമ്പോൾ. വേറൊരു ഇരുട്ട്. അവിടെ വാഷ്റൂമുണ്ട്. ഞാനിവിടെ കുറേ കബോർഡുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം നല്ല സെറ്റപ്പ്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. കിച്ചൺ ഫുള്ളി എയർ കണ്ടീഷനായിട്ട് നല്ല വലിയ AC വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കിച്ചൻ്റെ അകത്ത് പണിയെടുക്കാനായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഫുൾ വലിയ കിച്ചൺ. ഞങ്ങളുടെ കറി കാര്യങ്ങളൊക്കെ ഇവിടെ ഹോം സ്റ്റേനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയ കേസ്. ഇത് ചുറ്റും മലയാണ് കേട്ടോ. ലിറ്ററലി ചുറ്റും മലയുടെ നടുക്കണത്. വാവ്. അവിടെ നല്ല രസമായിട്ട് സണ്ണിൻ്റെ പരിപാടികൾ, സൺസെറ്റ് കഴിഞ്ഞതിൻ്റെ ചെറിയ റെഡ് കാണാൻ പറ്റുന്നത്. ഫുള്ള് റെഡ് ഉണ്ടായിരുന്നു. ഈ സമ്മർ സീസണിലും ഇത്രയും നല്ല ക്ലൈമറ്റാണ് കേട്ടോ അവിടെ. ഞാൻ വിചാരിച്ച് ഇത്തിരി ചൂടായിരിക്കുന്നു, പക്ഷേ അഫോർഡബിൾ ആണ്. 30-35 ഉള്ളൂ. ഫുൾ മലയുടെ നടുക്ക്.
അങ്ങനെ ഞങ്ങളുടെ 1 ഡേ സ്റ്റേക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാൻഡ് സ്റ്റോം കാണുന്നത്. ഭയങ്കരമായിട്ടുള്ള പൊടിക്കാറ്റായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ദുബായിൽ ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇത്രയും കൂടുതലായിട്ട് ഇങ്ങനെ പൊടിക്കാറ്റ് കാണുന്നത്. അങ്ങനെ സാഹസം മൂവിയോടുകൂടി ഞങ്ങളുടെ സ്റ്റേക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.